ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദ മഠത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആൾ എന്നത് തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നതാണ്. ഇന്നത്തെ വിഷയം 2024 പുതുവർഷത്തിൽ ആയില്യം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. 2024 ആയില്യം ജാതകർക്ക് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ മുഖേന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. മതപരമായ കാര്യങ്ങളിലും ആധ്യാത്മികമായ കാര്യങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഉദ്യോഗാർത്ഥികളുടെ ശ്രമങ്ങൾ ഏറെക്കുറെ വിജയിക്കുന്നതായിരിക്കും. തൊഴിലിനായിട്ടുള്ള ഫലങ്ങളിൽ അല്ലെങ്കിൽ ശ്രമങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. സ്വന്തം ശ്രമഫലമായി വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ഏത് കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ആത്മധൈര്യം ഉണ്ടായിരിക്കും. ആത്മധൈര്യം വർദ്ധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം 2024 പുതുവർഷത്തിൽ ആയില്യ നക്ഷത്രക്കാർക്ക് പൊതുവെ ആത്മധൈര്യം വർദ്ധിച്ചു തന്നെ ഇരിക്കും. എന്നിരുന്നാലും നിങ്ങളിലുള്ള ഈ ജാതകരിലുള്ള കോപ സ്വഭാവം നിയന്ത്രിക്കുന്നതായിരിക്കും ഏതൊരു കാര്യത്തിലും ഉത്തമമായി വരുന്നത്. കോപസ്വഭാവം നിയന്ത്രിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും അത് വൈദ്യ ചികിത്സയ്ക്ക് വിധേയമാകുവാനുമുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടാകും എന്നുള്ളത് അറിയുക. അത് മുൻകൂട്ടി അറിഞ്ഞ് അതിനുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ്. എന്നാൽ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. പല വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. തൊഴിൽ മേഖലയിൽ അനുഭവത്തിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അല്പം ആശ്വാസം ലഭിക്കുന്നതാണ്. തൊഴിൽപരമായി യാത്രകൾ വേണ്ടിവരും. സഹോദരങ്ങൾ മുഖേന മനോദുഃഖത്തിന് സാധ്യതയുണ്ടാകും എന്നിവയും മനസ്സിലാക്കുക. പ്രണയബന്ധങ്ങളിൽ നിൽക്കുന്നവർക്ക്, സ്നേഹിക്കുന്നവർക്ക് ഇഷ്ട വിവാഹത്തിന് വീട്ടുകാരുടെ അനുകൂലമായ മറുപടികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആ വിവാഹം നടത്തിയെടുക്കുവാൻ വേണ്ടി വീട്ടുകാരുടെ സഹായങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പുതിയതായി ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു 2024 കാലഘട്ടം വളരെ അനുകൂലമായ സമയമായിരിക്കും. ഗൃഹത്തിൽ മംഗളകരങ്ങളായ കർമ്മങ്ങൾ നടക്കുവാനും വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനുമൊക്കെയുള്ള യോഗം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണിത്. ചെറിയ രീതിയിലുള്ള ദോഷങ്ങളും തടസ്സങ്ങളും മാറിക്കിട്ടുവാനും ഗുണവർദ്ധനവിനുമായി മഹാഗണപതി ക്ഷേത്ര ദർശനം, പ്രാർത്ഥന എന്നിവയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഗണപതിക്ക് കദളിപ്പഴ നിവേദ്യം അല്ലെങ്കിൽ അഷ്ടദ്രവ്യ നിവേദ്യം എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് നടത്തുന്നത് വളരെ ഉത്തമമാണ്. എല്ലാ തടസ്സങ്ങളിലും കാര്യങ്ങൾ വിജയിക്കുവാനും തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും ഒക്കെ അത് ഉപയോഗപ്രദമാകും. അത് ചെയ്താൽ എടുത്തു പറഞ്ഞാൽ തന്നെ 2024 ആയില്യം നക്ഷത്രക്കാർ
പൊതുവെ ഭാഗ്യശാലികളായിരിക്കും ഈ വർഷം എന്നതാണ്. ആരെയും സംഭാഷണത്തിലൂടെ വശീകരിക്കുവാനുള്ള കഴിവുണ്ടായി വരും. കൂടാതെ ഒരു ടീമിനെ നയിക്കുവാനുള്ള കഴിവും സാമർഥ്യവും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ സഹായിച്ചവരെ, ഏതെങ്കിലും ചില സാഹചര്യങ്ങളിൽ നേരിട്ടോ അല്ലെങ്കിൽ നേരിട്ടല്ലാതെയോ നിങ്ങളെ സഹായിച്ചവരെ നിങ്ങൾ വിസ്മരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഉപകാരസ്മരണ ഇല്ലാതാകുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ചില വിലപ്പെട്ട ബന്ധങ്ങൾ നഷ്ടമായേക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ചില സമയത്തുള്ള നേരത്തെ പറഞ്ഞ പോലെ കോപ സ്വഭാവം മറ്റുള്ളവരെ നിങ്ങളുടെ ആക്കിയേക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവും. ആയതിനാൽ ഈ കോപ സ്വഭാവത്തിന് നിയന്ത്രണം ഉണ്ടായിരിക്കണം. നല്ല രീതിയിലുള്ള നിയന്ത്രണം വയ്ക്കുക. നിങ്ങളെല്ലാ കാര്യങ്ങളിലും ഊർജ്ജമായി നിലകൊള്ളുന്ന ഒരാളായിരിക്കും. എന്നാലും ലഹരി വസ്തുക്കളുടെ ഉപയോഗമോ ഉപയോഗിക്കുന്നവരുമായുള്ള ബന്ധങ്ങളോ അങ്ങനെയുള്ള രീതിയിലുള്ള സാഹചര്യങ്ങളോ ഒക്കെ എന്നിവയിൽ നിന്നെല്ലാം ഒന്ന് അകന്ന് നിൽക്കുന്നതായിരിക്കും ഉത്തമമായ കാര്യം. ഒരു നേതൃഗുണം നിങ്ങൾക്കുണ്ടാവും. ഒരു നേതൃഗുണം എന്ന് പറഞ്ഞാൽ ഒരു ടീമിനെ, നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, ഒരു ടീമിനെ നയിക്കുവാനോ രാഷ്ട്രീയ മേഖലയിലായിരുന്നാലും അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ ഒരു ടീമിനെ നയിച്ച് മുന്നോട്ട് പോകുവാനോ ഒക്കെയുള്ള ഒരു നേതൃഗുണം നിങ്ങൾക്കുണ്ടാവും. ഉയരങ്ങളിലേക്ക് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു നേതൃഗുണം കൊണ്ട് ഉയർച്ചകൾ മാത്രം ഉണ്ടാകും. ഉയർച്ചയിലോട്ട് പോകാൻ സാധിക്കും. രാഷ്ട്രീയത്തിൽ ശോഭിക്കുവാൻ സാധിക്കും. ചെയ്യുന്ന പ്രവർത്തികൾ പൂർണ്ണമായി തീർന്നതിന് ശേഷമേ നിങ്ങൾ പിന്മാറുകയുള്ളൂ. അതിന് ഏത് പ്രവർത്തന മണ്ഡലമായിരുന്നാലും അതിൽ പൂർണ്ണമായി അത് തീർത്തതിന് ശേഷം മാത്രമേ പുറകിലോട്ടുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അത് കലാകായിക രംഗങ്ങളിലും പ്രാസംഗിക മേഖലകളിലും ഒക്കെ ആ ഒരു കാര്യം തന്നെയായിരിക്കും കൂടുതലായിട്ട് എടുത്ത് പറയാൻ സാധിക്കുന്നത്. അതാണ് പ്രധാനമായും ഈ ആയില്യം നക്ഷത്രത്തിൻ്റെ 2024 പറയാനുള്ള പ്രധാന കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എടുത്ത് പറയേണ്ട ഒരു കാര്യം ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു ഏറ്റവും വലിയ ഒരു കാര്യമാണത്. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട അഭിപ്രായത്തിന് ഞാൻ മറുപടി നൽകുന്നതാണ്. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.